ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹൈദരാബാദി കിച്ചൻ. ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഹൽവ ആണ്. അപ്പോൾ ബ്രെഡ് ഹൽവക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്ക് കാണാം. അപ്പോൾ ബ്രെഡ് ഹൽവക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് ബ്രെഡാണ്. അപ്പോൾ അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ മിൽക്ക് മെയ്റ്റാണ്. പായസത്തിക്കൊക്കെ യൂസ് ചെയ്യാറില്ലേ, ആ മിൽക്ക് മെയ്റ്റാണ്. അപ്പോൾ 3 സ്പൂണ് നെയ്യാണ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ ഏലക്ക. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഹൽവ ഉണ്ടാക്കാൻ അത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ 3 സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പൊന്ന് ചൂടായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഒന്ന് വരുന്നവരെ ഒന്ന് വാട്ടിയിട്ട് എടുക്കണം. എന്നിട്ട് അതിൽ മുന്തിരിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വാട്ടിയെടുക്കണം, ചൂടായതിന് വരെ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുക്കാൻ പോണത്. ഓയിലാണ്. ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം. നല്ലൊരു കളറ് വരുന്നവരെ, ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രെഡും കൂടി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാം. ഹൽവ ഉണ്ടാക്കാൻ ഇപ്പോൾ ഞാനിവിടെ വേറെ ഒരു പാന് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചേക്കണം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇത് തുറന്നിട്ട് ഇതിലേക്ക് ഞാൻ ഏലക്ക ചതച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്നുകൂടി തിളക്കാനാവാനടുത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളക്കൽ തുടങ്ങിയപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്രെഡ് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ബ്രെഡും കൂടി അങ്ങനെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിൻ്റെ പഞ്ചസാര പാവം ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ട് നല്ലൊരു ഹൽവൻ്റെ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഹൽവ ഒക്കെ ഒരുവിധമൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പോണത് മിൽക്ക് മെയ്റ്റാണ്. അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ മധുരം ഉണ്ട്, എന്നാലും ഞാൻ മിൽക്ക് മെയ്റ്റ് കുറച്ചുകൂടി ആഡ് ചെയ്യാണ്. മിൽക്ക് മെയ്റ്റൊക്കെ ചേർത്താൽ വേറെ ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ ബ്രെഡ് ഹൽവ റെഡിയായി. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നല്ലൊരു പാത്രത്തിൽ സെർവ് ചെയ്തിട്ടുണ്ട്. Thank you for watching my video.